ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ കണ്ടു. ഇതിപ്പോൾ കണ്ടിറങ്ങിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആളുകളൊക്കെ ഇനി പടം കാണാനിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മൾ സിനിമ കാണാത്ത ആളുകളുടെ എക്സ്പീരിയൻസ് സ്പോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിനിമ ആയതുകൊണ്ടുകൂടി ആളുകൾ മലയാളികളൊന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടുകൂടി എനിക്ക് പടം കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ പടം എങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമേ പറയുന്നുള്ളൂ. ദൃശ്യം 3 എനിക്കൊരു ഓക്കെ വാച്ച് മൂവി അല്ലെങ്കിൽ കണ്ടിരിക്കാവുന്ന അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഫ്രാഞ്ചൈസിൽ ദൃശ്യം സീരീസിൽ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ വയ്ക്കുന്ന കുറച്ച് എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യുന്നതിൽ ഈ സിനിമ മുഴുവനായിട്ടും വിജയിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇതിൻ്റെ ത്രില്ലർ പോർഷൻസിൽ ഒരു ക്ലൈമാക്സിലൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ദൃശ്യം സീരീസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹൈ ലെവൽ കിക്ക് നൽകുന്ന അത്തരത്തിലുള്ളൊരു ട്വിസ്റ്റൊന്നും ഈ സിനിമയിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ദൃശ്യം സീരീസിലുള്ള എല്ലാ എലമെൻസും ഈ സിനിമയിലും എല്ലാ ചേരുവകളും ഈ സിനിമയിൽ ചേർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ബോണ്ടിങ് ആയാലും ഇമോഷണൽ പാർട്ടായാലും ഡ്രാമ എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിൽ കുറച്ച് വീക്കായിരുന്നു. ആ പോർഷൻസൊക്കെ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ദൃശ്യം 3-ൽ ഡ്രാമ പോർഷൻസ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി. പക്ഷേ ആ ഒരു ത്രില്ലർ ഭാഗങ്ങളിലേക്ക് വന്നപ്പോൾ സെക്കൻഡ് പാർട്ട് ശരിക്കും നമ്മൾ ഫസ്റ്റ് പാർട്ട് കൊണ്ടുവന്ന് നിർത്തിയെടുക്കുന്നത് ഇനി എന്ത് എന്നുള്ളൊരു സാധ്യത, ഇനി എന്താണ് ഇതിലൊരു സാധ്യത എന്നുള്ളത് നമ്മൾ പല രീതിയിൽ ആലോചിച്ച് കൂട്ടി പല തിയറീസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനേക്കാൾ മികച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതിലൊന്നും ഒരിക്കൽ പോലും വരാത്ത രീതിയിലുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ത്രില്ലർ എലമെൻ്റാണ് ആ സിനിമയിൽ അത് ജിത്തു ജോസഫ് കൊണ്ടുവന്നത്. അത് തന്നെയായിരുന്നു ആ ഒരു സിനിമയുടെ ഒരു ബ്രില്യൻസി എന്ന് പറയുന്നത്. പക്ഷേ ദൃശ്യം 3-ലേക്ക് വരുമ്പോൾ അങ്ങനൊരു എലമെൻറ്റ് മിസ്സിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ത്രില്ലിംഗ് പോർഷൻസും സസ്പെൻസും ഒക്കെ ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ കൂടി ക്ലൈമാക്സിലും ഉണ്ടെങ്കിൽ കൂടി നമുക്ക് മറ്റ് ഭാഗങ്ങളുമായിട്ടൊരു കമ്പാരിസൺ വരുമ്പോൾ ആ ഒരു ലെവലിലുള്ളൊരു കിക്ക് കിട്ടിയതായിട്ട് തോന്നിയില്ല. പിന്നെ മറ്റൊരു വലിയ പോരായ്മ അല്ലെങ്കിൽ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് ചില ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു സ്വഭാവം തന്നെ, ആ ഒരു ക്യാരക്ടർ ആർക്ക് തന്നെ പെട്ടെന്ന് മാറ്റിയ പോലെ തോന്നി. നമ്മൾ ഈ ഒരു മുൻപത്തെ 2 പാർട്ടിലും കണ്ടു വന്നിട്ടുള്ള ആ ഒരു രീതിയിലുള്ള അവരുടെ ഒരു ക്യാരക്ടർ ആർക്ക് ഇവിടേക്ക് വന്നപ്പോൾ പെട്ടെന്ന് മാറിപ്പോകുന്ന പോലെ ഒരു ഫീലൊക്കെ തോന്നി. ഓവറോൾ നമുക്ക് കുടുംബമൊത്ത് തിയേറ്ററിൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിനിമയായിട്ട് തന്നെയാണ്, ഒരു ഓക്കെ വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക.